രാവിലെ എണീറ്റ് വരുമ്പോൾ ദാ ഇങ്ങനെ വിൻഡോയിൽ കൂടെ വെട്ടമൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണേ. അപ്പം തന്നെ മനസ്സിലാവല്ലോ വെളിയിൽ നല്ലൊരു കാലാവസ്ഥയാണെന്ന്. അപ്പം ദാ അങ്ങനെ ഇരുന്ന് ഞാൻ വിൻഡോയിൽ കൂടെ ഇങ്ങനെ കാഴ്ചയൊക്കെ കണ്ടുകൊണ്ടിരുന്നപ്പം ജോബി ബെഡ് കോഫി ആയിട്ട് വന്നു കേട്ടോ. ബെഡ് കോഫി അല്ല, ബെഡ് ടീ എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പം ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ബാൺഫ്ലെക്സ് ആണ് കേട്ടോ. ഇന്നത്തെ എന്ന് പറയാൻ പറ്റത്തില്ല, മോസ്റ്റ് ഓഫ് ദി ടൈം നമ്മളിവിടെ സിമ്പിൾ ഓപ്ഷൻസ് ആണ് എടുക്കാറ്. പിന്നെ നമുക്കറിയാമല്ലോ, ഇഡ്ഡലിയും ദോശയും അപ്പവും ഇതൊക്കെ എന്ന് പറയുമ്പോൾ ഒത്തിരി ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ളൊരു കാര്യം. എസ്പെഷ്യലി ഇപ്പം എനിക്ക് സമയം കൈ നിൽക്കാറേ ഇല്ല കുഞ്ഞുള്ളതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും സിമ്പിളായിട്ട് കയ്യിൽ കിട്ടുന്ന സംഭവമൊക്കെയാണ് എടുത്ത് കഴിക്കാറ്. ബ്രാൻഫ്ലെക്സ് ആക്ച്വലി എന്താ പറയുന്നത്, ഹൈലി റിച്ച് ഇൻ ഫൈബറാണ് കേട്ടോ. ഹോൾ ഗ്രെയിൻസ് ആയതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തി ഓപ്ഷനാണ്. അതുകൊണ്ടാണ് ഞാൻ ബ്രാൻഫ്ലെക്സ് ഓപ്റ്റ് ചെയ്യുന്നത്. പിന്നെ ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞില്ലേ ഇത് ഫൈബർ റിച്ച് ആണ്. അതുകൊണ്ട് തന്നെ കോൺസ്റ്റിപ്പേഷനൊക്കെ ഉണ്ടെങ്കിൽ ഇത് നല്ലൊരു സൊല്യൂഷനാണ് കേട്ടോ. ഇന്ന് ഞാൻ ആക്ച്വലി വളരെ സിമ്പിളായിട്ടാണ് ഇത് കൺസ്യൂം ചെയ്യുന്നത് കേട്ടോ. ചിയ സീഡ്സും പിന്നെ ഹണിയും മാത്രമാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇതിൽ നമുക്ക് എന്താ പറയുന്നത്, ഫ്രൂട്ട്സ് കട്ട് ചെയ്തിടാം, പിന്നെ നട്ട്സ് ഇടാം. നട്ട്സ് ഞാൻ മോസ്റ്റ് ഓഫ് ദി ഡേയ്സും യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. വാൾനട്ട്സ് അല്ലെങ്കിൽ ആൽമണ്ട്സ് എന്താണോ കയ്യിൽ അവൈലബിൾ അതെടുത്ത് ഇടാറുണ്ട്. അടുത്ത പരിപാടി രാവിലെ എണീച്ച ഉടനെ എന്താണെന്ന് ചോദിച്ചതാ, നമ്മുടെ പ്ലാന്റ് കുട്ടന്മാരെ എല്ലാം നന്നായിട്ടൊന്ന് വെള്ളം ഒഴിച്ചെടുക്കണം. ഓക്കെ, പിന്നെ ഇങ്ങനത്തെ ഈ പരിപാടികളൊക്കെ, അതായത് ഈ വെള്ളമൊക്കെ ഒഴിക്കുക, അതൊക്കെ ഞാൻ സെയിലിൻ എണീച്ച് വരുന്നതിന് മുന്നേ ചെയ്യുന്ന കാര്യങ്ങളാണ് കേട്ടോ. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, ഇന്ന് പതിവ് തെറ്റിച്ച് സെയിലിൻ നമ്മുടെ ഇണിച്ചു വന്നിട്ടുണ്ട്. ഞാൻ ഇണിച്ചു വന്നപ്പോൾ തന്നെ സെയിലിനും ഇണിച്ചു വന്നു. കുറച്ച് നേരം സെയിലിനായിട്ട് സ്പെൻഡ് ചെയ്തതിന് ശേഷം കുഞ്ഞൊന്ന് ഉറങ്ങിയെന്ന് കണ്ടപ്പം ജോബിയുടെ ഏൽപ്പിച്ചു. എന്നിട്ട് നമ്മുടെ അടുത്ത പരിപാടിയിലേക്ക് കടന്നു കേട്ടോ. ഇപ്പം സത്യം പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ സ്ലോ ആയിട്ടാണ് നടക്കുന്നത്. പിള്ളേരുള്ളവർക്കൊക്കെ അറിയായിരിക്കും. ഭയങ്കര സ്ലോ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേർക്കും ഒരേ സമയത്ത് രണ്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റാറില്ല. ഒരാൾക്ക് ഒരു സമയത്തെ ഒരു കാര്യം ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും നമ്മുടെ വീട്ടിലിപ്പോൾ സ്ലോ ആയിട്ടാണ് നടക്കുന്നത് കേട്ടോ. പിന്നെ ബെഡ്ഷീറ്റ്സൊക്കെ എന്ന് പറയുമ്പം നമ്മൾ മാറ്റുന്നത് ഒരു 2 ആഴ്ച അല്ലെങ്കിൽ 3 ആഴ്ച കൂടുമ്പോഴാണ്. ഇങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ അത് ജോബിയും കൂടെ വീട്ടിലുള്ളപ്പോഴേ നടക്കത്തുള്ളൂ. അപ്പോൾ ലഞ്ചിന് സമയമായി. ഇന്നപ്പോൾ ലഞ്ചിന് നമ്മൾ കഴിക്കുന്നത് സാമ്പാറും പൂരിയുമാണ് കേട്ടോ. ജോബിക്ക് വേണ്ടിയിട്ടാണ് ചപ്പാത്തി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. പൂരി ആക്ച്വലി ഓയിലായതുകൊണ്ട് ഒത്തിരി അങ്ങനെ കഴിക്കുന്നത് നല്ലതല്ല. പക്ഷേ എന്താ പറയുക, കൊച്ചിലേ തൊട്ട് വീട്ടിലെന്ന് സാമ്പാർ ഉണ്ടാക്കിയാലും ഞാൻ പ്രത്യേകം എനിക്ക് വേണ്ടി മാത്രം അമ്മ പൂരി ഉണ്ടാക്കി തരും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പൂരിയും സാമ്പാറും, ആ ഒരു കോംബോ. ദാറ്റ് ഈസ് എന്താ പറയുക, ലൈക്ക് നമ്മുടെ എന്താ പറയുന്നത്, ആര്യാസിലത്തെ താലിയൊക്കെ കഴിച്ചിട്ടില്ലേ, ആ സാധനം. ഓക്കെ, അതാണ് എനിക്ക് ഒരു നൊസ്റ്റു അടിക്കും എപ്പോഴും ഈ ഒരു കോംബോ കഴിക്കുമ്പോൾ. എനിവേസ്, അപ്പോൾ നമ്മുടെ ലഞ്ച് ഇന്നത്തെ ഇതാണ്. നമ്മുടെ അടുത്ത പരിപാടിയാണ് കുക്കിംഗ്. കുക്കിങ്ങിന് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഇപ്പം കുഞ്ഞൊക്കെ ആയതുകൊണ്ട് തന്നെ മാക്സിമം കുറേയൊക്കെ സെറ്റ് ചെയ്തങ്ങ് വെക്കാൻ നോക്കും. എന്ന് പറഞ്ഞാൽ കുക്ക് ചെയ്ത് വെക്കാതെ ഇപ്പം മസാലയൊക്കെ മാരിനേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യം അനുസരിച്ച് നമുക്ക് വേണ്ടിയപ്പോൾ എടുത്ത് ഉണ്ടാക്കി കഴിച്ചാൽ മതിയല്ലോ. അപ്പോൾ ഇപ്പം ഞാൻ ഇവിടെ ചിക്കൻ ബ്രസ്റ്റ് എടുത്തിട്ടുണ്ട്. ഇതൊരു സാൻഡ്വിച്ച് ഓപ്ഷനായിട്ട് പറയാം. പിന്നെ അതല്ലാതെ നമുക്ക് മീലായിട്ടും വേണമെങ്കിൽ കഴിക്കാം കേട്ടോ, ഈ സെയിം സാധനം തന്നെ. ഇവിടെ ഇപ്പം ഞാൻ ജസ്റ്റ് അതിൻ്റെ മാരിനേറ്റ് ഒന്ന് കാണിച്ചു തരുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാനിവിടെ ചിക്കൻ ബ്രസ്റ്റ് എടുത്തിട്ടുണ്ട്. കുറച്ച് സോയ സോസ്, ടൊമാറ്റോ കെച്ചപ്പ്, ഓക്കെ, സോസ് അല്ല കെച്ചപ്പ്. പിന്നെ എന്താ പറയുന്നത്, നമ്മുടെ ഗാർലിക് പൗഡർ എടുത്തിട്ടുണ്ട്, പെപ്പർ, പിന്നെ കുറച്ച് സോൾട്ട് ഇടണം. അതുകൂടാതെ പിന്നെ പാപ്രിക്ക, പിന്നെ എന്തുമായിരുന്നു, ചില്ലി ഫ്ലേക്സ്, പിന്നെ ഒരു ഇത്തിരി റോസ്മേരി ഞാൻ ലാസ്റ്റിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ റോസ്മേരി ഒക്കെ നമ്മുടെ ഓപ്ഷണലാണ്, വേണമെങ്കിൽ മതി, അതില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത്രയും സാധനം വെച്ച് ഞാൻ
ജസ്റ്റ് ഒന്ന് മാരിനേറ്റ് ചെയ്തെടുത്തു. എന്നിട്ട് അത് ഞാൻ ഫ്രീസ് ചെയ്തില്ല, ഫ്രിഡ്ജിൽ തന്നെ വെക്കും കേട്ടോ. അപ്പം നമ്മുടെ ഇഷ്ടമാണ്. പിന്നെ നമുക്ക് എത്ര പീസ് വേണം, എന്നിട്ട് അത് എയർ ഫ്രയറിലാണ് ഞാൻ ചെയ്യാറ്. ഇപ്പോൾ ഓരോ ദിവസവും ഓരോ രീതിയിലാണ് കേട്ടോ. പണ്ടത്തെ പോലെ ഇപ്പം എന്താ പറയുക, ലാവിഷായിട്ട് നമുക്ക് കാര്യങ്ങൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാനൊന്നും പറ്റാറില്ല. അതുകൊണ്ട് തന്നെ കുക്കിംഗ് ഒക്കെ ഞാൻ ഒത്തിരി ഈസി ഓപ്ഷൻസായി ചൂസ് ചെയ്യാറുള്ളൂ. എന്ന് പറഞ്ഞ് ഞാൻ ഒരിക്കലും എന്താ പറയുന്നത് ജങ്ക് ഫുഡ് അല്ലെങ്കിൽ അങ്ങ് ഫുള്ളി അങ്ങ് വെളിയിൽ നിന്ന് ഡിപ്പെൻഡ് ചെയ്യാനും നോക്കാറില്ല. അപ്പോൾ അങ്ങനെ നോക്കാതെ മാക്സിമം അതിനെ ഹെൽത്തി ആക്കാൻ നോക്കാറുണ്ട്. എന്നാലും ചില ദിവസങ്ങളുണ്ട് നമുക്ക് ഒട്ടും ഒന്നും ചെയ്യാൻ പറ്റാത്ത ദിവസങ്ങൾ. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് വെളിയിൽ നിന്ന് ഫുഡ് ഡിപ്പെൻഡ് ചെയ്യുക അല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ലല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ. നമ്മുടെ ചിക്കനെ കുറച്ചൊന്ന് എന്താ പറയുക, അല്ലെങ്കിൽ സാൻഡ്വിച്ച് ഓപ്ഷനെ കുറച്ചൊന്ന് ഹെൽത്തി ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കുക്കുംബറും ക്യാരറ്റും നമുക്ക് കയ്യിൽ എന്താണോ അവൈലബിൾ ആയിട്ടുള്ള വെജിറ്റബിൾസ് അത് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പം ഞാനിവിടെ ഇത് രണ്ടുമാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇതിനെ ജസ്റ്റ് ഒന്ന് സ്ലൈസ് ചെയ്ത് ഞാൻ വെക്കും. ഞാനങ്ങ് കുറച്ചങ്ങ് സ്ലൈസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആവശ്യം അനുസരിച്ച് അതും യൂസ് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ അങ്ങനെ ഇവിടെ ഇപ്പം ഞാൻ കുക്കുംബറും ക്യാരറ്റുമാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, നമുക്ക് കയ്യിലിപ്പം ഓണിയൻസ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം. ഇനി അതല്ല നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാം കേട്ടോ. ലഞ്ചിന് ശേഷം ഞങ്ങൾ 3 പേരും കൂടി ഒരു ചെറിയ മയക്കം മയങ്ങി. അതെന്ന് വെച്ചാൽ ഞാൻ പയ്യെ അവിടെ നിന്ന് സ്കൂട്ടായി. അവൾ ഉറങ്ങുമ്പോൾ വേണം എനിക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ ഞാനിവിടെ നമ്മുടെ ഓൺലൈനിൽ, ദാറ്റ് ഈസ് ആമസോണിൽ ഓർഡർ ചെയ്ത് ഒരു 2 ആഴ്ച മുന്നേ വന്ന സാധനമാണ് ഈ ഒരു ബോക്സ് കേട്ടോ. ഇതൊരു ആക്സസറീസ് വെക്കുന്ന ഒരു ബോക്സാണ്. 2 ആഴ്ച മുന്നേ വന്നതാണ്. എനിക്ക് ഇന്നാണ് അത് ചെയ്യാനൊന്ന് സമയം കിട്ടുന്നത്. അപ്പം ഞാൻ ഉദ്ദേശിച്ച പോലെയല്ല, സാധനം കുഴപ്പമൊന്നുമില്ല. അതിൻ്റെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ആക്സസറീസ് വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് കുഞ്ഞിൻ്റെ ആക്സസറീസ് മാത്രം വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഓർഡർ ചെയ്ത് നോക്കിയതാണ്. സാധനം വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പം ഇവിടെ ആദ്യത്തെ ഡ്രോയിൽ ഞാൻ കുഞ്ഞിൻ്റെ കുറച്ച് കുഞ്ഞു കുഞ്ഞു ക്ലിപ്സ്, ക്ലോസ് ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതും ബീഡ്സും അങ്ങനത്തെ ഒക്കെ സാധനങ്ങളാണ് വെച്ചിരിക്കുന്നത്. 2ാമത്തെ റോയിൽ ഞാൻ ഇങ്ങനത്തെ എന്താ പറയുന്നത് ബോസ് മേടിച്ചിട്ടുണ്ടായിരുന്നു, ചെറിയ ബോ ക്ലിപ്സ്. അപ്പം അത് ആണ് അടുക്കി വെക്കുന്നത്. ഇതെല്ലാം നമ്മൾ ഓൺലൈൻ മേടിച്ച കേട്ടോ. ഇതിൻ്റെയൊക്കെ ലിങ്ക്സ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. സൂപ്പർ. ഇതിനകത്ത് ബാക്കി സാധനങ്ങൾ, പിന്നെ ഇതിനകത്ത് റാസും അങ്ങനത്തെ സാധനങ്ങൾ. ഞാൻ ഓർക്കുമായിരുന്നു കേട്ടോ, എന്ത് പെട്ടെന്നല്ലേ സമയം പോകുന്നത്, നമ്മുടെ കയ്യിൽ നിൽക്കത്തേ ഇല്ല എന്ന് പറയുന്നത് വളരെ ശരിയായ ഒരു കാര്യമാണ്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് 2024 തുടങ്ങുന്നത്. ആൻഡ് നൗ സീ വി ആർ ജസ്റ്റ് അറ്റ് ദ വേർജ് ഓഫ് സ്റ്റാർട്ടിങ് സെപ്റ്റംബർ. എന്ത് ഫാസ്റ്റ് അല്ലേ. ആൻഡ് ഉള്ളി ഒരു എന്താ പറയുന്നത് 3-4 മാസം കൂടി കഴിഞ്ഞാൽ 2024 ഇസ് ഡൺ. ഓ മൈ ഗോഡ്. ദിവസം തുടങ്ങുന്നത് അറിയാം,
തീരുന്നതും അറിയാം. അതുപോലെ ടൈം പെട്ടെന്നാണ് പോകുന്നത്. സ്പെഷ്യലി ഇപ്പം മെറ്റേണിറ്റി ലീവിൽ നിൽക്കുമ്പോൾ എനിക്ക് അതിൻ്റെ ഇതറിയാം. കാരണം കുഞ്ഞും കൂടി ആയപ്പോഴത്തേക്ക് നമുക്ക് സമയം കിട്ടാറില്ല ഒന്നിനും. മെറ്റേണിറ്റി ലീവ് തുടങ്ങുന്ന സമയത്ത് ഞാൻ പറയുന്ന ഓർമ്മയുണ്ട്, തുടങ്ങാൻ പോവുകയാണ്, ഇനി എനിക്ക് അങ്ങോട്ട് കുറച്ച് മാസങ്ങൾ നല്ല അടിപൊളി ടൈമാണ് എന്നൊക്കെ. ഇപ്പം ദേ ഓൾറെഡി 3 months-ആയി. പിന്നെ ഇതൊക്കെ ഇവിടെ ഞാൻ പറയാൻ കാരണം വേറെ ഒന്നുമല്ല, പെട്ടെന്നാണെന്ന് ഞാൻ പറഞ്ഞില്ലേ ഒരു ദിവസം തീരുന്നത്. അപ്പം നമ്മൾ ദിവസം തുടങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനെ സമയം പെട്ടെന്ന് പൊയ്ക്കൊണ്ടിരിക്കും ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്തു വരുമ്പോൾ. അപ്പോൾ എന്താ ചായ കുടിക്കാൻ സമയമായി. മോസ്റ്റ്ലി എല്ലാ ദിവസവും നമ്മൾ ചായ കുടിക്കും കേട്ടോ. പിന്നെ ജോബ് ഇല്ലാത്ത ദിവസങ്ങൾ ഈവനിങ് ഷിഫ്റ്റൊക്കെ ആണെങ്കിൽ മാത്രം ഒറ്റയ്ക്കാണല്ലോ, അപ്പം പിന്നെ ഞാൻ ചായ ഇടാനായിട്ട് നിൽക്കത്തില്ല കേട്ടോ. പിന്നെ സ്നാക്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എല്ലാ ദിവസവും അതും കാണത്തില്ല. ചില ദിവസങ്ങളിൽ കാണും, ചില ദിവസങ്ങളിൽ കാണത്തില്ല. ഫ്രഷായിട്ട് ഇപ്പോൾ ഉണ്ടാക്കാനൊക്കെ എന്ന് പറയുമ്പോൾ ഭയങ്കര സമയം കിട്ടാറില്ല. ആ സമയത്ത് ഫ്രോസനായിട്ട് വല്ലതും മേടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഉണ്ണിയപ്പം ഇതൊക്കെ ഇപ്പം ഫ്രോസനായിട്ട് അവൈലബിൾ ആണല്ലോ. അങ്ങനെ മേടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചൂടാക്കി കഴിക്കും. അങ്ങനെ ഇന്ന് വളരെ സിമ്പിളായിട്ടുള്ള ദിവസമാണ്, നമുക്ക് ചായ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനി നാളത്തേക്കുള്ള കാര്യങ്ങൾ റെഡിയാക്കണം എന്ന് പറഞ്ഞ് നമ്മൾ ആദ്യമേ തന്നെ ചിക്കൻ മാരിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം അത് പ്രിപ്പയർ ചെയ്യണം. അത് പ്രിപ്പയർ ചെയ്തിട്ട് വേണം ജോബിക്ക് നാളെ കൊണ്ടുപോകാനുള്ള സാൻഡ്വിച്ച് സെറ്റ് ചെയ്യാനായിട്ട്. അപ്പം അതാണ് ഇനി അങ്ങോട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത്. പിന്നെ ഡിന്നർ എന്ന് പറയുമ്പം ഈ സംഭവം ഉണ്ടെങ്കിൽ ഞാൻ പിന്നെ വേറെ എക്സ്ട്രാ ഒന്നും ഉണ്ടാക്കാൻ നിൽക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് ഈ പറയുന്ന ചിക്കൻ തന്നെ സാൻഡ്വിച്ചായിട്ട് കഴിക്കാനാണ് ഇരിക്കുന്നത്. ഓക്കെ. പിന്നെ പാക്കിംഗ് എല്ലാം കഴിഞ്ഞോ? ഞാൻ ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്യുന്ന ഒരു കാര്യമാണ് നിങ്ങളിപ്പോൾ കാണുന്നത് കേട്ടോ. ദാറ്റ് ഈസ് നെക്സ്റ്റ് ഡേയിലേക്കുള്ള പ്രിപ്പറേഷൻ. ഓക്കെ. അപ്പം എനിക്കറിയാം അടുത്ത ദിവസം ഞാൻ എന്താ ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള നമ്മുടെ ഉള്ളി, ഗാർലിക്, ജിഞ്ചർ അതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അങ്ങ് അരിഞ്ഞു വെക്കും. അപ്പം ടൈം ഒത്തിരി നമുക്ക് എന്താ പറയുന്നത് കൺസ്യൂം ചെയ്ത് പോകത്തില്ലെന്ന് കണ്ടോ. പിന്നെ എന്താ പറയുന്നത് ഇതൊക്കെ ഉറങ്ങി കഴിഞ്ഞിട്ടാണ് ഞാൻ ചെയ്യാറ്. അപ്പം അതൊരു 11 മണി കഴിയും കേട്ടോ. അപ്പോൾ നാളെ ഞാൻ പനീർ കറിയാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. അപ്പം അതിനുള്ള ടൊമാറ്റോ, പനീർ കറി എന്ന് പറയുമ്പോൾ മട്ടർ പനീർ. ഓക്കെ. അപ്പോൾ അതിനുള്ള ടൊമാറ്റോ, ഉള്ളി, ഗാർലിക്ക്, ജിഞ്ചർ, പനീർ ഇതെല്ലാം വെട്ടി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം നാളെ എനിക്ക് ഡയറക്റ്റ് കുക്കിങ്ങിലേക്ക് കിടന്നാൽ മതി. ഓക്കെ.
നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. സോ എന്താ പറയുന്നത്, ഇപ്പോഴത്തെ ഒരു രീതി അനുസരിച്ച് നമുക്കങ്ങനെ എന്താ പറയുക ഒരുമിച്ചിരുന്ന് ഫുഡൊന്നും കഴിക്കാൻ പറ്റാറില്ല കേട്ടോ. അപ്പം ഞാൻ കഴിക്കുമ്പോൾ ജോബി കുഞ്ഞിനെ നോക്കിക്കൊണ്ടിരിക്കും ആൻഡ് വൈസ് വേഴ്സ. ഓക്കെ, അപ്പം ഞാൻ കഴിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ സാൻഡ്വിച്ചും കൂടെ, അതായത് ജോബി നാളെ ജോലിക്ക് കൊണ്ടുപോകാനുള്ള സാൻഡ്വിച്ച് അങ്ങ് റെഡിയാക്കി വെക്കാം. സോ ഞാനിവിടെ ബേസിക് ആയിട്ടുള്ള കണ്ടില്ലേ നമ്മുടെ ടോട്ടലർ റാപ്സ് ഉണ്ടല്ലോ, അപ്പോൾ അത് മേടിക്കാൻ കിട്ടുമല്ലോ, അത് മേടിക്കും. ചില ദിവസങ്ങൾ ചപ്പാത്തി ഉണ്ടാക്കി ചെയ്യും കേട്ടോ. സം ഡേയ്സ് പറ്റാറില്ല, അതുകൊണ്ട് തന്നെ റാപ്സ് ഉപയോഗിക്കാറുണ്ട്. അതും നമുക്ക് റാപ്സ് എന്ന് പറയുമ്പോൾ വെറൈറ്റീസ് ഉണ്ട്. ദാറ്റ് ഈസ് ഇപ്പം നമുക്ക് മൈദയുടെ കിട്ടും, വീറ്റിൻ്റെ കിട്ടും. ഇപ്പം ഞങ്ങളിവിടെ വീറ്റിൻ്റെയാണ് കൂടുതലും പ്രിഫർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ വീറ്റിൻ്റെ റാപ്പുണ്ട്. അപ്പോൾ റാപ്പിൻ്റെ അകത്തോട്ട് നമുക്കിഷ്ടമുള്ള സ്പ്രെഡ് യൂസ് ചെയ്യാം. സോ പെരി പെരി മയോനൈസ് ഉണ്ട്. ചില ദിവസങ്ങൾ ഞാൻ അതാണ് ഉപയോഗിക്കാറ്. ചില ദിവസങ്ങൾ ഞാൻ ഗാർലിക് സോസും ഈ പറയുന്ന മയോനൈസ്, പ്രോപ്പർ മയോനൈസും കൂടിയാണ് മിക്സ് ചെയ്ത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ അത് രണ്ടുമാണ് യൂസ് ചെയ്തേക്കുന്നത്. ആൻഡ് ദെൻ നമ്മുടെ കയ്യിലുള്ള വെജിറ്റബിൾസ്. ഓക്കെ, സോ ഞാൻ മുമ്പ് അരിഞ്ഞ് വെച്ചത് കണ്ടില്ലായിരുന്നോ, അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് ഉള്ളിയും കൂടി ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ, നമ്മുടെ ചോയ്സാണ് നമുക്ക് എന്ത് വെക്കണമെന്ന്. അപ്പം അത്രയേ ഉള്ളൂ ഒരു സാൻഡ്വിച്ച് റെഡിയാക്കാൻ. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ എന്താ പറയുന്നത് ഒരു ദിവസത്തെ വിശേഷങ്ങൾ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനത്തെ വ്ളോഗ്സ് ചെയ്യാമെന്ന് വിചാരിച്ചത്. എല്ലാവരും പറയുന്നുണ്ടായിരുന്നല്ലോ ഫാമിലി വ്ളോഗ്സ് കാണുമെന്ന്. അപ്പം എന്നാൽ പിന്നെ ഇരിക്കട്ടെ, കുറച്ച് ഫാമിലി വ്ളോഗ്സ് കാണിച്ചേക്കാമെന്ന് വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനത്തെ വ്ളോഗ്സൊക്കെ ഇപ്പോൾ എടുക്കുന്നത് കേട്ടോ. എനിവേയ്സ്, അപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുമ്പോഴാണ് എനിക്കൊരു മോട്ടിവേഷൻ കിട്ടുന്നത് ഇങ്ങനത്തെ വീഡിയോസൊക്കെ ചെയ്യാനായിട്ട്. പിന്നെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ ഒരൊറ്റ ബിറ്റും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്, ഒരു ക്ലിപ്പും കൂടെ. അത് ഞങ്ങളുടെ ഇപ്പോഴത്തെ രാത്രികൾ എങ്ങനെയാണെന്നൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ എൻജോയ്. അപ്പം എന്താ പറയുന്നത്, പെട്ടെന്ന് തന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അൻറ്റിൽ ദെൻ ടേക്ക് കെയർ, ഗോഡ് ബ്ലെസ് ആൻഡ് ബൈ. അയ്യോ, തൊണ്ട പോയോ? തൊണ്ട പോയോടാ? എന്നെ പറ്റി? എന്നെ പറ്റി? ഇപ്പോഴാണോ കളിക്കുന്നത്? നമുക്ക് രാവിലെ കളിച്ചാൽ പോരെ? നമുക്ക് രാവിലെ കളിച്ചാൽ പോരെ? ഉറങ്ങണ്ടായോ? ഉറങ്ങണ്ടായോ? ഉറങ്ങണ്ടായോ?